ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെലസ്റ്റിയൽ ഹാർപ്പിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ നിന്റെ ശിഷ്യരായി വിളിച്ചിരിക്കുന്നു. വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വ ബോധത്തോടും പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകൾ ക്ഷമിക്കണമേ. നിന്റെ മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് സഭയായി ക്രിസ്തു ശിഷ്യരാകുവാനുള്ള വിളിയും നിയോഗവും എന്ന വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കാൻ വിളിച്ച് നിയോഗിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യർ. നാം വായിച്ച ഭാഗത്ത് ശൗലിനെ കർത്താവ് വഴി നടത്തിയ വിധങ്ങൾ വളരെ അത്ഭുതാവഹമാണ്. ശൗലിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും വിശ്വാസികളുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുവാനും ദൈവം ഒരുക്കിയത് അനന്യാസ് എന്ന ശിഷ്യനെയാണ്. ശൗലിനെ ഉൾക്കൊള്ളുവാൻ അനന്യാസിന് കഴിയുമായിരുന്നില്ല. എന്നാൽ ശിഷ്യത്വം അനുസരണമാണെന്ന് അനന്യാസ് കാണിച്ചു തരുന്നു. കർത്താവിൻ്റെ സ്വരം അനന്യാസും ശൗലും വ്യക്തമായി ശ്രവിച്ചു, അനുസരിച്ചു. ഈ പുതുക്കം ശൗലിനെ രക്ഷയിലേക്ക് വഴി നടത്തി. എന്തിനു വേണ്ടിയാണ് ശൗലിനെ കർത്താവ് തിരഞ്ഞെടുത്തത്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ യേശുവിനെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ. ദൈവത്തിൻ്റെ സ്നേഹം ശൗലിനെ പുതിയ സൃഷ്ടിയാക്കി. ഇല്ലായ്മ ചെയ്യുവാൻ പോയവരെ സഹോദരങ്ങളാക്കി. ശൗലിൻ്റെ മാനസാന്തരം സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിന് ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയായിരുന്നു. കണക്ക് നോക്കാതെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നിയോഗ വഴിയിൽ നമ്മെ ശക്തീകരിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ്. ശൗലേ, സഹോദര എന്നാണ് കർത്താവ് ശൗലിനെ വിളിക്കുന്നത്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയോട് ക്രിയാത്മകമായി നാം പ്രതികരിക്കണം. വിശ്വസ്തരായിരിക്കണം. ദൈവത്തോട് വിധേയത്വവും കടപ്പാടും നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായി, നമ്മെ തേടി വരുന്ന ഒരു കർത്താവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നു, നഷ്ടപ്പെട്ട ആടിനെ തേടി വരുന്ന ഇടയൻ. നഷ്ടപ്പെട്ട ദ്രഹ്മ സൂക്ഷ്മതയോടെ അന്വേഷിച്ച് കണ്ടെത്തുന്ന സ്ത്രീ. നഷ്ടപ്പെട്ടു പോയ മകൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവ് എന്നീ ഉപമകൾ നാം കാണുന്നു. ഇവിടെയൊക്കെ നാം കാണുന്നത് നഷ്ടപ്പെട്ടു പോയത് പോകട്ടെ എന്ന് വിചാരിക്കുകയല്ല, മറിച്ച് അത് തിരഞ്ഞു കണ്ടെത്തുന്ന
ദൈവത്തെ സ്നേഹത്തെയാണ്. നമ്മുടെ വേദനകളിൽ നാം തകർന്നു പോകാതെ നമ്മെ ചേർത്ത് നിർത്തുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന വിശ്വാസം നമുക്കുണ്ടാകണം. മൂന്നാമതായി, നമ്മെ വിളിക്കുകയും നമ്മെ തേടി വരികയും ചെയ്യുന്ന കർത്താവ് നമ്മെ ദൗത്യം ഫലമേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മെ ശിഷ്യരായി വിളിച്ച ദൈവം ഓരോ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് ചുറ്റുപാടുകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ നിയോഗിക്കുന്നു. ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൗത്യം നമുക്ക് പൂർത്തിയാക്കാം. കർത്താവിൻ്റെ ശിഷ്യരായി നമ്മുടെ ജീവിതം ധന്യമാക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ.